എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും മോശകരമായ അവസ്ഥ എന്ന് പറയുന്നത്. എന്നാൽ ഈ പകച്ചു നിൽക്കുന്ന അവസ്ഥയിൽ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമാണ് കയറിപ്പോകാൻ കഴിയുന്നത്. ചില ആളുകൾ മാനസികമായിട്ട് ഫ്ലോപ്പാകും, മെൻ്റലി ഡിപ്രസ്ഡ് ആയി പോകും. അപ്പോൾ പക്ഷേ ചില ആളുകൾ ഈ പകച്ചു നിൽക്കുന്ന അവസ്ഥയിലും എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന അവസ്ഥയിലും കൈപിടിച്ച് മുന്നോട്ട് കയറുന്ന ആളുകളുണ്ട്. അതായത് ഇവർക്ക് രോഗങ്ങൾ വരാം, പല ആളുകൾക്കും രോഗങ്ങൾ വരാം, ഫിനാൻഷ്യൽ ക്രൈസിസ് വരാം, സാമ്പത്തിക പ്രതിസന്ധി വരാം, ഫാമിലിയിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിരിക്കാം, മറ്റുള്ള ആളുകൾ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന അവസരം ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇതിൽ നിന്നെല്ലാം പുറത്തേക്ക് വരികയാണ് ചെയ്യേണ്ടത്. നിങ്ങളെല്ലാം മനസ്സിൽ ഉൾക്കൊള്ളുക. അതായത് ഓരോ വ്യക്തികളെയും മനസ്സിലാക്കാൻ ദൈവം നിങ്ങൾക്ക് തരുന്ന അവസരമാണത്. മറ്റുള്ള ആളുകൾ നമ്മളെ കുറ്റം പറയുമ്പോൾ, മറ്റുള്ള ആളുകൾ നമ്മളെ താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുമ്പോൾ നമ്മളവിടെ ഒരു സെലിബ്രിറ്റി ആകുകയാണ് ചെയ്യുന്നത്. നമ്മളെ 10 പേരാൽ അറിയപ്പെടുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോരോ വിഷയങ്ങളും നമ്മളുടെ മനസ്സിനെ സ്ട്രോങ് ആക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓരോ ദിവസം ചെല്ലും തോറും ജീവിതാനുഭവങ്ങൾ നമ്മളെ സ്ട്രോങ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓരോ ജീവിതാനുഭവങ്ങളെയും ശരിക്കും ഒരു അഗ്നിയെ പോലെ നമ്മളുടെ മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെതിരെ ഫൈറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ജീവിതത്തിൽ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നതുകൊണ്ടോ, ഒരു റിലേഷൻഷിപ്പ് ഫെയിൽഡ് ആയതുകൊണ്ടോ, എന്തെങ്കിലും രോഗങ്ങൾ വരുന്നതുകൊണ്ടോ അവിടെ പകച്ചു നിൽക്കേണ്ട ആളുകളല്ല നിങ്ങൾ. അതിനെയെല്ലാം തന്നെ കരുതലോടെ നേരിടുകയാണ് വേണ്ടത്. ശരിക്കും നമുക്ക് നേരിടേണ്ട വരും. ഓരോ പ്രശ്നങ്ങളെയും അടുക്കും ചിട്ടയോടും കൂടി നമ്മുടെ ലൈഫിൽ നിരത്തി വയ്ക്കുക. ആ ഓരോ പ്രശ്നങ്ങൾക്ക് വെച്ച് നിങ്ങൾ ആൻസർ കണ്ടെത്തുക. ഒരുപക്ഷേ നിങ്ങൾ ഇതിന് ആൻസർ കണ്ടെത്തുമ്പോൾ ഉടനെ അടുത്ത പ്രശ്നം വന്നു കഴിഞ്ഞു. പക്ഷേ ആ പ്രശ്നത്തിൽ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും. കാരണം ഇവിടെ ഒരു ജീവിതാനുഭവം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ആ വിഷയത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അവിടെ നമ്മൾ വലിയ ജീവിത വിജയം കൊയ്യുകയും ചെയ്യും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. നിങ്ങൾക്കൊരു പർപ്പസ് ഉണ്ട്. തീർച്ചയായിട്ടും ഈ യൂണിവേഴ്സ്, ഈ പ്രപഞ്ചം, അത് നിങ്ങൾ വിശ്വസിക്കുന്ന ഗോഡ് നിങ്ങളെ കണ്ടിട്ടുണ്ട്. ഒരു സ്ഥലത്ത് പരാജയം അനുഭവപ്പെട്ടതുകൊണ്ട് ഒരിക്കൽ പോലും പരാജയമാകുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വിജയത്തിൻ്റെ നാളുകളുണ്ടെന്ന് വിചാരിക്കുക. എല്ലാ വിധത്തിലുള്ള ബ്ലെസ്സിങ്സും തരാനായിട്ട് ഈ യൂണിവേഴ്സ് നിങ്ങൾക്ക് തയ്യാറാണ്. നിങ്ങളത് കൈനീട്ടി സ്വീകരിച്ചാൽ മാത്രം മതി. പക്ഷെ നിങ്ങൾ ഗ്രൗണ്ടഡ് ആയിരിക്കണം. നിങ്ങൾക്ക് ഈഗോ പാടില്ല. നിങ്ങൾ ഗ്രൗണ്ടഡ് ആയിരിക്കണം. ഗ്രൗണ്ടഡ് ആയിട്ട് ഈഗോ ഇല്ലാതെ ഈ യൂണിവേഴ്സിൻ്റെ നേരെ നിങ്ങൾ കൈ നീട്ടുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം യൂണിവേഴ്സ് തരും. നിങ്ങൾ പ്രപഞ്ചത്തെ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്, നിങ്ങളുടെ സറൗണ്ടിങ്സിൽ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾക്ക് ചുറ്റും ഒരു യൂണിവേഴ്സ് ഉണ്ട്, ഈ പ്രപഞ്ചമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് തരാൻ ഈ യൂണിവേഴ്സ് തയ്യാറാണ്. പിന്നെ നിങ്ങളുടെ നേരെ വരുന്ന പ്രശ്നങ്ങൾ, നിങ്ങൾ പറയുകയാണ് ഇന്നൊരു കാര്യം എനിക്ക് സാധിക്കുന്നില്ലല്ലോ, നാളെ സാധിക്കുന്നില്ലല്ലോ, ഞാൻ ആകെ തളർന്നു പോയി, ഇതെന്താണ് എൻ്റെ ജീവിതത്തിലൊന്നും നടക്കാത്തത്, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നടക്കും, അതിനൊരു സമയമുണ്ട് എന്ന് ചിന്തിക്കുക. പക്ഷെ അവിടെ വേണ്ടത് കോൺഫിഡൻസ് ആണ്, വിശ്വാസമാണ്. നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, ഈ യൂണിവേഴ്സ് ട്രസ്റ്റ് ചെയ്യുക, നിങ്ങൾ വിശ്വസിക്കുന്ന ഗോഡ് ട്രസ്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അത് നടക്കും. അത് നടക്കാനുള്ളൊരു പോസിബിലിറ്റി അല്ല, 100% ഷുവറാണ്. അത് നടക്കും എന്നുള്ളത് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. പകരം നിങ്ങൾ സെൽഫ് കോൺഫിഡൻസോടുകൂടി ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. ഒരു സ്ഥലത്ത് തോറ്റെടുത്ത് വീണ്ടും 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 ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. അവസാനം നിങ്ങൾ വിൻ ആകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്.